യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന നിലപാടിൽ ഉറച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. വധശിക്ഷ വേണ്ടെന്ന് വയ്ക്കാൻ തലാലിൻ്റെ കുടുംബം തയ്യാറായെന്ന് ആക്ഷൻ കൗൺസിലും അറിയിച്ചു. എന്നാൽ വ്യക്തികൾ പറയുന്നത് വാസ്തവവിരുദ്ധമാണെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷ പൂർണ്ണമായി റദ്ദ് ചെയ്യാൻ സനയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ധാരണയായത്. കാന്തപുരത്തിന്റെ ഇടപെടലിൽ യമനിലെ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ നിയോഗിച്ച യമൻ സംഘത്തിനു പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് സുപ്രധാന തീരുമാനം ഉണ്ടായത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ജയിൽ മോചനമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക. നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. വളരെ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ഓഫീസിൽ യമനിൽ നിന്നുള്ള മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വധശിക്ഷ, നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷ തത്വത്തിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിരിക്കുന്നു. ഈ ഇരയുടെ കുടുംബം അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ഇനി പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നിര്യാതനം നൽകിക്കൊണ്ട് നടത്തുന്നത്. വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വിവരം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. വ്യക്തികൾ പറയുന്നത് വാസ്തവവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വധശിക്ഷ ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് ഹമേദി വീണ്ടും എതിർപ്പുമായി രംഗത്തു വന്നിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.